السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خيلتي أدركني مرادي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خيلتي أدركني مرادي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خيلتي أدركني مرادي يا رسول الله സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനികളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ എൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് വസിയത്തുകൾ അറിയിച്ചത്. അർഹമുറാഹിമീനായ തമ്പുരാനെ, അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണല്ലോ. അവരുടെ ഉദ്ദേശം നീ സഫലീകരിച്ചു കൊടുക്കണല്ലോ, നീ പൊണീച്ചു കൊടുക്കണല്ലോ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക്, ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക്, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവർക്ക്, ഈ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇട്ടം വെച്ചവർക്ക്, ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട്. അല്ലാഹ് അവരെ മുറാദിനെ നീ ഹാസിലാക്കണല്ലോ, അവരുടെ ഉദ്ദേശം നീ സഫലീകരിച്ചു കൊടുക്കണല്ലോ, നീ പൊണീച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലെ 29ാമത്തെ പകലിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഈ സയ്യിദിയ മജ്ലിസിൽ ഈ പ്രഭാത സമയത്ത് ഒരുമിച്ചിട്ടുള്ളത് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ഈ മജ്ലിസിൽ നിന്ന് ചൊല്ലുന്നതായിട്ടുള്ള ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്തുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ പ്രശ്നങ്ങൾ അല്ലാഹ് നീ പരിഹരിക്കണം അല്ലാഹ്. ഞങ്ങളെ ഇടങ്ങേറുകൾ അല്ലാഹ് ഞങ്ങളെ നീ മാറ്റി നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ, ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണം അല്ലാഹ്. നീ വിജയം നൽകണം അല്ലാഹ്, നീ
നീ വിജയം നൽകണമല്ലോ. ഈ മജ്ലിസ് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ സമ്പാദിക്കുന്ന, ദുനിയവിയായിട്ടും ഉഖ്റവിയായിട്ടും ധാരാളം നേട്ടങ്ങൾ സമ്പാദിക്കുന്ന വലിയൊരു മജ്ലിസാക്കണമല്ലോ, വലിയൊരു മജ്ലിസാക്കണമല്ലോ. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ എപ്പോഴും മജ്ലിസിൽ ഓരോരോ ഫضലുകൾ നമ്മൾ അറിയിക്കാറുണ്ട്. ഓരോരോ മജ്ലിസിൽ അറിയിക്കാത്തത് ഫضലില്ലാത്തത് കൊണ്ടല്ല, പറയാൻ നിന്നാൽ കൂടുതൽ ധാരാളമായിട്ടുണ്ട്. ഓരോരുത്തരാണ് നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ട് പറയുന്നത്, തങ്ങളെ ഞങ്ങൾ മജ്ലിസിൽ ഇരിക്കാൻ തുടങ്ങിയത് മുതൽ ജീവിതത്തിൽ വലിയ റാഹത്താണ്, ഞങ്ങളെ പ്രയാസങ്ങൾക്ക് വലിയ പരിഹാരമുണ്ട്, പ്രയാസങ്ങളൊക്കെ മാറുന്നുണ്ട്, ഞങ്ങളെ അടങ്ങേറുകളൊക്കെ മാറുന്നുണ്ട്, വലിയൊരു റാഹത്തുണ്ട്, ഒരു മനസ്സമാധാനമുണ്ട്. അതല്ലേ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ, ജീവിതത്തിൽ ഖൈറ് വേണോ, നിങ്ങളെ കാര്യങ്ങൾ നടന്നു കിട്ടണോ, നിങ്ങളെ കടങ്ങൾ വീഴണോ, ഈ മജ്ലിസിൽ പങ്കെടുത്തോ. മജ്ലിസിൽ ആള് കൂടാനല്ല, ആള് കൂടാൻ വേണ്ടിയല്ല. നമ്മളെപ്പോഴും പറയുന്നത് പോലെ മജ്ലിസിൽ ഒരു 5 ആള് പങ്കെടുക്കണുള്ളൂ, അല്ല ഒറ്റ ആള്. ഞാനും കേൾക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, എന്നാലും നമ്മളെ മജ്ലിസ് നിർത്തൂല. കാരണം എന്താണ്? ഈ മജ്ലിസ് കൊണ്ട് ധാരാളം ആളുകൾക്ക് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം, അങ്ങനെ ആവൂല, വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർ മനസ്സിൽ കരുതിക്കൊണ്ട് ഇതിനോടൊപ്പം കൂടിയവർ, ഈ മജ്ലിസിനെ ഫോളോ ചെയ്യുന്നവർ, ഈ മജ്ലിസിനെ പിന്തുടരുന്നവർ, ഇതിന്റെ മുഹബ്ബീങ്ങളായി മാറിയവർ. ഒരു മജ്ലിസ് ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളൂ, പിന്നെ ഞങ്ങൾ എല്ലാ മജ്ലിസിലും ഇരിക്കാറുണ്ട്. എത്ര ആളുകളാണ് പറയുന്നത്. ഇതൊക്കെ മഹാനായ ഉപ്പാപ്പ ജമലുല്ലൈലി ഉപ്പാപ്പയുടെ കാവലാണ്. നിങ്ങൾ അവിടുത്തെ നോട്ടമാണ്, ആഹുവേ അവിടുത്തെ ദറജ നീ ഏറ്റി ഉയർത്തണല്ലോ. അവിടുത്തോടൊപ്പം നീ സ്വർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണല്ലോ, ചേർക്കണേ തമ്പുരാനെ, അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ചേർക്കണല്ലോ. ആഹുവേ വിജയികളെ മജ്ലിസാക്കി മജ്ലിസിനെ മാറ്റണല്ലോ. ഈ മജ്ലിസ് സ്വർഗത്തിലേക്ക് നീ എത്തിക്കണല്ലോ, സ്വർഗത്തിലേക്ക് ഒരു ത്വരീഖായിട്ട്, ഒരു വഴിയായിട്ട് ഈ മജ്ലിസിനെ നീ എത്തിക്കണല്ലോ. ആമീൻ പറയുന്നു. നിങ്ങളെ ആമീൻ പറയ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ധാരാളം ആളുകളാണ് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് മജ്ലിസിലേക്ക് അയക്കുന്നവര്. ഞങ്ങളെ 28 പറയും, ഇന്നലെ 28 ആയിരുന്നു അല്ലേ? ഇന്നലെ റബീഉൽ അവ്വൽ 28 ആയിരുന്നു. ധാരാളം ആളുകൾ അറിയിക്കുന്നത്, ഞങ്ങളെ ഞാൻ 1,00,000 ചൊല്ലി, 1,20,000 ചൊല്ലി, 1,10,000 ചൊല്ലി, 1,05,000 ചൊല്ലി, 1,02,000 ചൊല്ലി, 1,01,000 ചൊല്ലി. എത്ര ആളുകളാണ്? 60,000 ചൊല്ലിയവര്, 50,000 ചൊല്ലിയവരുണ്ട്. എല്ലാവർക്കും അല്ലാഹുവേ നീ റാഹത്ത് കൊടു, നീ വിജയം കൊടുക്കണല്ലോ. ഹബീബായ തങ്ങളെ മനാമിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണല്ലോ, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണല്ലോ. അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണല്ലോ. സ്വലാത്ത് ചൊല്ലിയവർക്കെല്ലാം വിജയം കൊടുക്കണല്ലോ, ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം കൊടുക്കണല്ലോ, നീ വിജയം കൊടുക്കണേ തമ്പുരാനേ. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ചിലപ്പോൾ ഇന്ന് മാസപ്പിറവി കാണുകയാണെങ്കിൽ ഇന്ന് റബീഉൽ അവ്വലിലെ അവസാനത്തെ ദിനമാണ്. നമ്മോട് വിട പറയുന്ന സമയത്ത് ഓരോരുത്തർ ഹൃദയത്തിൽ കൈവച്ച് ചോദിക്കണം, ഈ റബീഉൽ അവ്വൽ വന്നു, ഞാൻ എന്ത് ചെയ്തു? ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലി? തങ്ങൾ പറഞ്ഞിരുന്നല്ലോ, സ്വലാത്ത് ചലഞ്ചിൽ സ്വലാത്ത് ചൊല്ലണമെന്ന്. ഒരു ചലഞ്ചായി എടുക്കണ്ട, ചലഞ്ചായി നമ്മൾ എടുത്തിട്ടുമില്ല. ഹബീബായ തങ്ങളെ റൗള ഷരീഫിലേക്ക് എത്ര സ്വലാത്ത്,
ഇത്ര സ്വലാത്ത് പോകട്ടെ കുഞ്ഞുങ്ങളെ. അതിനൊരു സമ്മാനം, ചെറിയൊരു സമ്മാനം. ആരും വലുതാഗ്രഹിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് സ്വലാത്ത് ചൊല്ലിയതിന്റെ വലിയ സമ്മാനമാണ്. കാരണം ദുനിയവിയായിട്ടും ഉഖ്റവിയായിട്ടും നിങ്ങൾക്ക് ഈ സ്വലാത്ത് കൊണ്ട് വിജയം ഉണ്ടാവണം. നമ്മളെ പ്രയാസങ്ങൾ മാറണം. അത് തന്നെയാണ് നമുക്ക് വലിയൊരു സമ്മാനം, അല്ലേ? നമ്മൾ ഈ ഭാരിച്ച കടം വീടിയാൽ സമ്മാനമുണ്ടോ? ദുനിയാവിൽ കിട്ടാൻ സമ്മാനമുണ്ടോ? ദുനിയാവിന് അതിന്റെ മേലെ സമ്മാനമുണ്ടോ നിങ്ങളെ? അതുകൊണ്ട് അതിന് തേടിക്കോ. എന്റെ വക സമ്മാനമുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്നോ നാളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് എന്റെ ഒഴിവിനനുസരിച്ച് ഞാൻ പ്രഖ്യാപിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നത്തോടുകൂടി നമ്മൾ ഇന്നലെ ഞാൻ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു. കുറെ ആളുകൾ ഞങ്ങളെ 70,000 എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ 80,000 എത്തിയിട്ടുണ്ട്, കുറച്ചും കൂടി ഉള്ളൂ, ഒരു ദിവസം കൂടി തരുമോ? ഇന്ന് അവസാന ഡേറ്റ് ഇൻഷാ അല്ലാഹ്. 30 ഉണ്ടെങ്കിലും ഇന്ന് അവസാന ഡേറ്റ് ചൊല്ലി അറിയിക്കേണ്ട അവസാന ഡേറ്റ് വാട്സപ്പിലേക്ക് അറിയിക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. മജ്‌ലിസിലേക്ക് കടക്കാം. എല്ലാം ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല, ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الديما والسلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الحند خواجة معين الدين الجسطي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحث الزمن الليل كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيم مدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
അർഹമുർ-റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാഅ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ്. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണം അല്ലാഹ്. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണം അല്ലാഹ്. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണം അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണം അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ, നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ടുള്ള ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർഹമുർ-റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്.
അല്ലാഹുവിന്റെ ഖബറിടം നീ പ്രകാശിപ്പിക്കണമല്ലോ, നീ പ്രകാശിപ്പിക്കണമല്ലോ. അല്ലാഹു ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലോ. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണമല്ലോ, നീ മർഹമത്ത് കൊടുക്കണമല്ലോ. അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണമല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണല്ലോ, ഞങ്ങളും മൗത്താകുമല്ലോ. അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണമല്ലോ, ഖബറിൽ രക്ഷ നൽകണമല്ലോ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, ഖബറിൽ നൽകണമല്ലോ, ഖബറിൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ യാ ഖയ്യൂം, 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 യാ ഹയ്യ യാ ഖയ്യൂം. റഹ്മാനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണമല്ലോ, അല്ലാഹുവേ നീ ഖബൂലാക്കണമല്ലോ. ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്, നീ വിഷമങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്. അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണമല്ലോ, ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. ലക്ഷക്കണക്കിന് കടമുള്ളവര്, കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ, അതിന്റെ ത്വരീക്ക് നീ എളുപ്പമാക്കി കൊടുക്കണമല്ലോ, എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം, 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 യാദൽ ജലാലി വൽ ഇക്റാം
على دين الإسلام يا ذا الجلال والإكرام 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 أمتنا على دين الإسلام الرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ് ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് ഇബാദത്തിന് നല്ല ഖുശൂ' നൽകണം അല്ലാഹ് നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ് നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ് ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ് ഈ വലിയതായി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവരുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലാൻ പോവാണ് 3 സ്വലാത്തുകൾ നമ്മൾ എന്നും ദിനേന ചൊല്ലാറുള്ള സ്വലാത്തുൽ ഫാത്തിഹ പിന്നെ അത് നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം സ്വലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم
റഹ്മാനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ്. ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള മാസമാണല്ലോ റബീഉൽ അവ്വൽ മാസം. അല്ലാഹുവേ മുത്തിനമനാമിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് ഏറ്റവും ഉദവി നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. ഈ സയ്യിദിയ മജ്ലിസിൽ നിന്ന് നടക്കുന്ന സ്വലാത്തിന്റെ ജലഞ്ചിലല്ലോ ഞങ്ങൾ ചേർന്നുവല്ലോ. നീ സ്വീകരിക്കണമല്ലോ. ദുനിയാവിലും ആഖിറത്തിലും ആ സ്വലാത്തുകളെ കൊണ്ട് ഞങ്ങൾക്ക് നീ വിജയം നൽകണമല്ലോ. വിജയം നൽകണമല്ലോ. വിജയം നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത സ്വലാത്ത് എൻ്റെ മഹദിമാരെല്ലാം കൂടുതലായിട്ട് ചൊല്ലിയ സ്വലാത്താണ്. ധാരാളം ആളുകൾ ചൊല്ലി നേർച്ച വച്ച് ചൊല്ലിയാൽ വലിയ ഫലം കാണുന്ന സ്വലാത്താണ്. നമ്മൾ മജ്ലിസിൽ ഈ മജ്ലിസ് ഫുള്ള് റബീഉൽ അവ്വൽ ഫുള്ള് നമ്മൾ ചൊല്ലാൻ നിയ്യത്താക്കിക്കോളി. ഈ മജ്ലിസിൽ നിന്ന് ചൊല്ലാൻ നിയ്യത്താക്കിക്കോളി. ഒരു മുറാദുടെ മനസ്സിൽ കരുതിക്കോളി. നടക്കും, തീർച്ചയായിട്ടും നടക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ച സ്വലാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ്യ. മഹദിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരളിന്റെ ഘട്ടമായ ജീവന്റെ തുടിപ്പായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്വലാത്താണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് കൂടെ സ്വർഗ്ഗത്തിൽ കടക്കേണ്ട എൻ്റെ മഹദിമാരെ, എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ? മഹദിയുടെ കൂടെ സ്വർഗം വേണ്ടേ? ദുനിയാവിൽ ഗൈസിലാവേണ്ടേ? നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണ്ടേ? ചൊല്ലിക്കോ സ്വലാത്തുൽ ഫാത്തിമിയ്യ ചൊല്ലിക്കോ. اللهم صل على النور وأهله. 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 അർഹമുർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്
മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ സ്വലാത്തുൽ ഫാത്തിമിയ അല്ലാഹുവേ ഞങ്ങൾ ഇതാ ഇവിടെ ചൊല്ലി തീർത്തു. നീ സ്വീകരിക്കണം അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ജീവിതത്തിലെ അടങ്ങുകളെ നീ തീർത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ നെയ്യത്ത് വെച്ച ഞങ്ങൾ നേർച്ച ചെയ്ത കാര്യം നീ സാധിപ്പിച്ച് നൽകണം അല്ലാഹ്. ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കി തരണം അല്ലാഹ്. ഹാസിലാക്കി നൽകണം അല്ലാഹ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോടുകൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മഹദിമാർക്ക് സഹോദരിമാർക്ക് നീ ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. നീ ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. അവരുടെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് നീ ചേർക്കണം അല്ലാഹ്. ഈ റബീഉൽ അവ്വൽ മാസം ധാരാളമായി സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. നീ ഭാഗ്യം നൽകണം അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും തങ്ങളെ. എൻ്റെ ഉമ്മച്ച ക്യാൻസർ പേഷ്യന്റ് ആണ്. ശിഫയാവാൻ ദുആ ചെയ്യണേ. ഉമ്മച്ചാക്കും വാപ്പച്ചാക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് ഉണ്ടാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ അല്ലാഹുവേ പൊന്നുമ്മാന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണല്ലോ. ദീർഘായുസ്സ് കൊടുക്കണല്ലോ. ആഫിയത്ത് കൊടുക്കണല്ലോ. മക്കളുടെ കാര്യത്തിൽ വളരെ വിഷമത്തിലാണ് ഉസ്താദേ. ദുആ ചെയ്യണേ. അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണല്ലോ. നല്ല പൊന്നു മക്കളാക്കണല്ലോ. ഉസ്താദേ പ്രശ്നങ്ങൾ തീരാൻ ദുആ ചെയ്യണേ. പ്രശ്നങ്ങൾ നീ തീർത്ത് കൊടുക്കണല്ലോ. വിജയികൾ ചേർക്കണല്ലോ. തങ്ങളെ എൻ്റെ ഭർത്താവിന് വേറെ ജോലി കിട്ടാൻ ദുആ ചെയ്യണേ. ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണല്ലോ. മകളുടെ തലവേദനയും കുട്ടിയുടെയും മകളുടെയും മരുമകന്റെയും ഡിസ്കിന്റെ പ്രശ്നം മാറാൻ പൂർണ്ണമായി ശിഫ കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണല്ലോ. തങ്ങളിപ്പാ ശരീരത്തിൽ ചൊറി വന്ന് കരിവാളിപ്പ് വന്നു. വലിയ വിഷമത്തിലാണ്. ദുആ ചെയ്യണേ. അല്ലാഹുവിനെ ശിഫയാക്കി കൊടുക്കണല്ലോ. മോന്റെ രോഗം ശിഫയാവാൻ തങ്ങളെ ദുആ ചെയ്യണേ. നീ ശിഫയാക്കി കൊടുക്കണല്ലോ. തങ്ങളിപ്പാ എൻ്റെ വാപ്പച്ചിയുടെ കയ്യിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ കടം വാങ്ങി. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അത് കൊടുത്തു കിട്ടാൻ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ക്യാഷ് എത്രയും പെട്ടെന്ന് അല്ലാഹുവേ തിരികെ നീ എത്തിക്കണമല്ലോ. എത്തിക്കണമല്ലോ. അതിന്റെ മാർഗം നീ തുറന്നിട്ട് കൊടുക്കണമല്ലോ. ഈ സയ്യിദി മജ്ലിസ് ഈ ലോകത്ത് ഞങ്ങൾക്ക് തണലായി എന്നും നിലനിൽക്കണേ നാഥാ. സഹോദരി ദുആ ചെയ്തതാണ്. ആമീൻ ആമീൻ ആമീൻ. തങ്ങളെ മകന്റെ ഹൈറായ ജോലിയും വിവാഹവും പെട്ടെന്ന് ശരിയാവാൻ സന്തോഷമുള്ള കുടുംബജീവിതം കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ഹൈറായ നല്ല കുടുംബജീവിതം നീ കൊടുക്കണമല്ലോ. തങ്ങളിപ്പാ ഒരുപാട് വിഷമമുണ്ട്. എല്ലാം റാഹത്തായി കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹു വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണമല്ലോ. ഭർത്താവിന് നല്ല ജോലി കിട്ടാൻ ദുആ ചെയ്യണേ. ഒരു ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ച് കൊടുക്കണമല്ലോ. ദുആ ചെയ്യണേ. തങ്ങളെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദുആ ചെയ്യണേ. മോൻക്ക് ഗവൺമെന്റ് ജോലി കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് അടുപ്പിച്ച് കൊടുക്കണമല്ലോ. അയൽപക്കക്കാരുടെ ശല്യമായി ആവാൻ ദുആ ചെയ്യണേ. മജ്ലിസിലിരിക്കുന്നവരാണ്. ദുആ ചെയ്യണേ. ഭർത്താവിന് ഒരുപാട് പലിശക്കടമുണ്ട്. ദുആ ചെയ്യണേ. അല്ലാഹു വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കി കൊടുക്കണമല്ലോ. ഞങ്ങളെ മരിച്ചുപോയ ഉമ്മ ഉപ്പ മറ്റു വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹു ഖബറുടെ നീ റാഹത്തിലാക്കണമല്ലോ. സ്വർഗ്ഗ സന്തോഷം ഉരുവാക്കണമല്ലോ. ഞാൻ ലൈല നാസർ 1,50,000 സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിനെ സ്വീകരിക്കണമല്ലോ. ഇൻഷാ അല്ലാഹ് വാട്സാപ്പിലേക്ക് അറിയിക്കട്ടെ. ഇൻഷാ അല്ലാഹ്
ഉപ്പാന്റെ കടം വീടാൻ ദുആ ചെയ്യണേ. തങ്ങളെ എനിക്കൊരു വീടാവാൻ ദുആ ചെയ്യണേ. തങ്ങളെ എനിക്കൊരു ടെസ്റ്റ് ചെയ്യാനുണ്ട്, ടെസ്റ്റിൽ ഒരു കുഴപ്പമില്ലാതിരിക്കാൻ ദുആ ചെയ്യണേ. തങ്ങളുപ്പാ ഞാൻ 1,30,000 സ്വലാത്ത് ദിക്ർ ചൊല്ലി അല്ലാഹുവിനെ സ്വീകരിക്കണമല്ലോ. 4 വർഷമായി എൻ്റെ ഭർത്താവിൻ്റെ 4 പെങ്ങന്മാര് തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. അവർ റാഹത്തായി ഐക്യത്തോടെ ജീവിക്കാൻ നീ ഭാഗ്യം കൊടുക്കണമല്ലോ. ഐഷാ ബിവി 1,00,000 സ്വലാത്ത് ചൊല്ലി. ഇൻഷാ അല്ലാഹ് വാട്സാപ്പിലേക്ക് അറിയിക്കട്ടോ. വിഷമങ്ങൾ മാറാൻ ദുആ ചെയ്യണേ, മുറാദുകൾ ഹാസിലാവാൻ ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം മക്കൾ നന്നാവാനും കടങ്ങൾ വിടാനും ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ എല്ലാവരുടെയും ഹലാലായി മുറാദിനെ നീ ഹാസിലാക്കണമല്ലോ. ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണമല്ലോ. ധാരാളം ആളുകൾ സ്വലാത്ത് ചൊല്ലിയവർ അല്ലാഹുവിനെ സ്വീകരിക്കണമല്ലോ. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് അതിനായൊരു മജ്‌ലിസ് സംഘടിപ്പിച്ച് അതിൽ നിറക്കൊടുത്ത് വിജയം പ്രഖ്യാപിച്ച് കാണാൻ ആരും മറന്നു പോകരുത്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നാളെ ആയിരിക്കും, സമയം കിട്ടൂല. ഇനി നമ്മൾ കൺസൾട്ടിങ്ങിനൊക്കെ ഇരിക്കുന്ന ദിവസമല്ലേ ആണല്ലോ, തിങ്കളാഴ്ച ആണല്ലോ. എന്നൊക്കെ നാളെ ചൊവ്വാഴ്ചയായിരിക്കും പ്രഖ്യാപിക്കുക. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക. ചൊവ്വാഴ്ച ഉണ്ടാവും. ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് മരിച്ചിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം, ദീർഘായുസ് നൽകണം. ഇൻഷാ അല്ലാഹ് മരിച്ചിട്ടില്ലെങ്കിൽ ചൊവ്വാഴ്ച നമുക്ക് പ്രഖ്യാപിക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്‌ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട്
മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ല അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്, തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാഹ്. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാൽവേദന
തലവേദനയിൽ പ്രയാസപ്പെടുന്നവര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ പരിപൂർണ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ല അല്ലാ. നീ നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നീ നൽകല്ല അല്ലാ. നീ നൽകല്ല അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നീ നൽകല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. അർഹമർ റഹീമീനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ. അവർക്ക് കൊടുക്കല്ല അല്ലാ. നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഈ കാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ. അവരെ നീ കൊയക്കല്ല അല്ലാ. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ. നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ. 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10
മാസം നൊന്ത് പ്രസവിച്ച് മാറോടണ ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബിനെ എത്തിക്കണേ അല്ലാഹ്, എത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകി തീർന്നതുപോലെ ഉരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്, വിശാല നൽകണേ അല്ലാഹ്, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകും അല്ലാഹ്. ഞങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു അല്ലാഹ്. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടും അല്ലാഹ്. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.